നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നന്ദുവിന്റെ അരിയിലേക്ക് കനക വരുവാണ്. ഒരു സമാധാനമില്ല കനകയ്ക്ക്. കാര്യങ്ങളൊക്കെ നന്ദുവിനോട് ചോദിക്കണമല്ലോ നവീന്റെ കാര്യത്തെക്കുറിച്ച്. ഒടുവില് കനക വന്നിട്ട് പറഞ്ഞു, നന്ദോട്ടാ, ഞാൻ നമ്മുടെ കുടുംബ ജോത്സ്യരെ കണ്ടിട്ടുണ്ടായിരുന്നു. ജോത്സ്യര് പറഞ്ഞു നല്ലൊരു ബന്ധം വരും, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആലോചന വരും, അതങ്ങ് നടത്തിയേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അമ്മ ഈ കാര്യത്തെക്കുറിച്ചൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു ആലോചന വരുമെന്നൊക്കെ. അത് പിന്നെ ഞാനത് നിന്നോട് പറയാൻ മറന്നുപോയാ. ഡേ അമ്മേ, വെറുതെ വീടിനടുത്ത് കിടന്ന് ഉരുളൊന്നും വേണ്ട. ജോലിസിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ അമ്മ കയ്യിൽ നിന്നിട്ടല്ലേ നവീനന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പം. നന്ദൂട്ടാ, നിനക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും നല്ലൊരു ബന്ധം അത്. അറിയാലോ, നവീന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി തന്നെയാ. അനന്തപുരിക്കാരുടെ അത്ര വന്നില്ലെങ്കിലും അതിനോടടുത്ത് തന്നെ കിടപിടിക്കുന്നൊരു ഫാമിലിയാ. ഓ, അപ്പൊ അമ്മ അതാ നോക്കിയതല്ലേ? ഇനി കോടികളുടെ കണക്ക് നോക്കുന്നുണ്ടായിരിക്കും അല്ലേ? അയ്യോ നന്ദോട്ട്, അങ്ങനൊന്നും പറയല്ലേ. കോടികളുടെ പിന്നാലെ ഇപ്പൊ ഞാൻ പോവില്ലെന്നറിയാലോ. ആ ആ പരിപാടിയൊക്കെ ഞാൻ പണ്ടേ നിർത്തിയതാ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കൊള്ളാം. പക്ഷേ എന്താണെങ്കിലും എനിക്ക് ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ എന്ത് വർത്താനാ പറയണേ? പിന്നെ നീ എന്തിനാ നവീനോടൊപ്പം ഇന്നലെ കറങ്ങാൻ പോയത്? ഞാൻ മാത്രമായിരുന്നില്ലല്ലോ, എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഒരുമിച്ചല്ലേ. അതും പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ നവീനോട് എന്നിട്ട് എന്താ പറഞ്ഞേ? ഞാൻ നവീനേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എടി, നവീൻ നല്ല പയ്യനാ, നിനക്ക് ചേരുന്ന. നീ ഒരു പോലീസുകാരി, നവീനൊരു വക്കീലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്, നല്ല അടുപ്പത്തിലാന്ന്. അമ്മേ, ഞാൻ നവീനേട്ടനോടൊപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നവീനേട്ടൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നിനക്ക് തോന്നുന്നല്ലേ, പക്ഷെ അങ്ങനെയൊന്നും അല്ല. നവീൻ മോന്റെ മനസ്സിൽ നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? പിന്നെ അതൊക്കെ എനിക്കറിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ നവീൻ മോന്റെ മനസ്സിലൊരു പെണ്ണുണ്ട്, ഒരു പോലീസ് ഓഫീസറാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം എന്റെ മനസ്സിലേക്ക് എന്താ വന്നേന്നറിയാവോ? നിന്റെ മുഖമാ. നീ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പക്ഷെ നീ ആണെങ്കിൽ, ഓഹ് എന്റെ അമ്മേ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നവീൻ എന്റെ വീട്ടിൽ സമ്മതിക്കും തോന്നുന്നുണ്ടോ? നവീൻ എന്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആരോടാ? കനക പറഞ്ഞു, അത് പിന്നെ എന്നോട്. എന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാല് ഒന്ന് കൂട്ടിമുട്ടി ഒന്ന് ചിരിക്കും, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. അതുപോലെ തന്നെ എന്നോടും. ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങനെ മൈൻഡ് ചെയ്യത്ത് പോലുമില്ല. എന്നിട്ടാണ് കല്യാണം ആലോചിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ മോളെ? അതല്ല, അവൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഈ ബന്ധം എന്താണെങ്കിലും നടക്കും. അവനൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? മനുഷ്യന്റെ ഉള്ള സമാധാനം കളയാനായിട്ട്, ചെവി കടിച്ച് തിന്നാനായിട്ട് വന്നിരിക്കുക. വേറെ പണിയൊന്നുമില്ല. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അനി വീട്ടിലേക്ക് വരുമ്പോ ആദർശം നയനെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ചോദിച്ചു, എടാ, ഇന്നലെ നീ എവിടെയായിരുന്നു? അത് ഞങ്ങൾ പൊന്മുടിക്ക് പോയി. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെ? ഞാനുണ്ടായിരുന്നു, രാകേഷും വിഘ്നേഷും ഒക്കെ. അല്ല, നന്ദു ഉണ്ടായിരുന്നോ കൂടെ? നന്ദു ഉണ്ടായിരുന്നു നയനടുത്തി. അത് കേട്ടതും ആദർശ് പറഞ്ഞു, എടാ, അങ്ങനെയൊക്കെ പോകുന്നത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് നന്ദുവിന് ഇഷ്ടമാണെന്ന് നീ പറയുകയും ചെയ്തു. ആ സ്ഥിതിക്ക് അതെ ആദർശേട്ടാ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നവീന്. അത് കേട്ടപ്പോ ആദർശോട് സത്യം എന്താ പറയണേ? അല്ല, രാകേഷും വിഘ്നേഷും ഒക്കെ എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരാവന്മാര് ചിലപ്പോ കള്ളത്തരം പറയുന്നല്ലേ പറഞ്ഞേ. പിന്നെ നവീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നവീൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു. സത്യം ഉണ്ടോ നീ പറയണേ? അതെ. ഇനിയിപ്പോ സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ, വിളിച്ച് ചോദിക്ക. അല്ല, നവീന്റെ ആലോചന വന്നല്ലോ നന്ദുവിന്. അപ്പൊ പിന്നെ എങ്ങനെയാ? അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഞങ്ങൾ പോയത്. എന്നിട്ട് എന്തായെന്നൊക്കെ നവീനോട് തന്നെ ചോദിച്ചാൽ മതി. അതും പറഞ്ഞിട്ട് അനി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ആദർശിനോട് നയന പറഞ്ഞ, ആദർശേട്ടാ ഒന്നും വിളിച്ചു നോക്ക് നവീനെ. അങ്ങനെ ആദർശ് നവീനെ വിളിക്കുകയാണ്. എന്താ ആദർശേട്ടാ കാര്യം? അല്ല, ഇന്നലെ നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു പൊന്മുടിയില? അതുണ്ടായിരുന്നു. ഞാനും നന്ദു അനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് രാവിലെയാണ് തിരിച്ചു വരാനായിട്ട് പറ്റിയില്ല. കാരണം വഴി ബ്ലോക്കായി പോയേ. അപ്രതീക്ഷിതമായി ഉണ്ടായ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു. എന്താ ആദർശേട്ടാ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ആദർശ് നയനയോട് പറഞ്ഞു, നയനെ, അവനുണ്ടായിരുന്നെന്നാ പറഞ്ഞ നവീന്. പക്ഷേ എങ്കിൽ എനിക്കെന്തോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ആദർശേട്ടാ. ഇതുവരെയായിട്ടും നന്ദു നവീനോട് ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അത് ശരിയാവുന്നേ? എടി, ചിലപ്പം നന്ദുവിന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടോന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ അനി വ്യക്തമാക്കി കഴിഞ്ഞല്ലോ, അനിയുടെ മനസ്സിൽ നന്ദുവാണ്, അവളെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ലെന്ന്. പക്ഷേ എങ്കില് നന്ദുവിന്
അനിയെ ഇഷ്ടമാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് നവീനെ ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പൊന്മുടിക്ക് പോക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ നവീൻ ഇഷ്ടം പറഞ്ഞതിന്റെ അതറിയില്ല ആദർശേട്ടാ. പക്ഷെ നന്ദു അത്ര പെട്ടെന്നൊന്നും പിന്മാറുന്ന പെങ്കൊച്ചല്ല. എനിക്ക് അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന. അതാ എനിക്കൊരു കൺഫ്യൂഷൻ. നയനയുടെ നയം വ്യക്തമാക്കി. എന്നാലും ഇനി ഒരു പക്ഷേ നവീനെ ഇഷ്ടമാണെങ്കിൽ അനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു വിഷമമുണ്ട്. കാരണം അവന് സങ്കടം ഉണ്ടായിരിക്കുമല്ലോ കല്യാണം നടന്നു കഴിയുമ്പോൾ. ആദർശ് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നന്ദുവിന്റെ തലയെ വരച്ചിരിക്കുന്ന എന്താണോ അത് അവൾക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ അനി നന്ദുവിനെ വിളിച്ചു. എങ്ങനെയുണ്ട് അവിടെ? ഓ, ഇവിടെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഞാന് അതെ നവീനേട്ടൻ കൊണ്ടുവന്ന് വിട്ടോണ്ട് പ്രശ്നമില്ല. പിന്നെ നവീനേട്ടന് കൊണ്ടുവന്ന് വിട്ടോണ്ട് അവർക്ക് ഒരു ടെൻഷൻ അങ്ങോട്ട് മാറിക്കിട്ടി. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിനി. അതെന്താ? അല്ല, അവർക്കിപ്പോ കുറച്ചുകൂടെ വിശ്വാസം കൂടിയില്ലേ? നവീനേട്ടൻ ഞാനും തമ്മിൽ ഇനിയിപ്പം വല്ല അടുപ്പത്തിലാണോ എന്നൊരു സംശയം പോലും അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നേ. അവര് പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്താനായിട്ട് നോക്കും. അപ്പോഴേക്കും അനി പറഞ്ഞു, ഇവിടെയാണെങ്കിൽ നവീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്കും സംശയം തോന്നിയില്ല. പിന്നെ നവീനെ വിളിച്ചു ചോദിച്ചാൽ നവീൻ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ നന്ദു, എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. ഇനിയിപ്പം നവീന്റെ ആലോചന അതൊരു കുരുക്കായിട്ട് മാറിയിരിക്കുവാണല്ലോ. നന്ദു പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാത്ത ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കാര്യം ചെയ്യ, നീ നവീനോട് സത്യങ്ങളൊക്കെ തുറന്നു പറ. നീ ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയാനോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ? അയ്യോ വേണ്ട എടാ, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല. നിനക്കറിയാലോ ആകെപ്പാടെ പ്രശ്നവും. ഇവിടെയാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ വലിയ പ്രതീക്ഷ തന്നെയാ. എങ്ങാനും ഞാൻ ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അല്ലെങ്കിൽ തന്നെയാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ വീട്ടില് നിന്റെ അമ്മയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ. എന്നെ പോലൊരു പെണ്ണിനെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എടി നീ ഒരു കാര്യം ചെയ്യ, നിന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഭീഷണി മുഴക്കി നോക്കിയേ. വെസ്റ്റ് അതിനു മുമ്പ് അമ്മ എന്നോട് ഇങ്ങോട്ട് ഭീഷണി പറയും. പിന്നെയാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നേ. ദേ അനി, നീ ഇങ്ങനെയൊന്നും പറയല്. അല്ലെങ്കിൽ തന്നെ ആ നവീനന്റെ അമ്മ അവർക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നവീനന്റെ ആലോചനയായിട്ട് വന്നിരിക്കുന്നത്. എന്താവും ഏതാവും എന്ന് പോലും അറിയത്തില്ല. അനി പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നിനക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്ന് പറയാം. നമുക്കിനെ കുറച്ച് നാളും കൂടെ ഇങ്ങനെ പ്രേമിച്ച് നടക്കാന്നേ. പരസ്പരം കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ സ്നേഹിച്ച് നടക്കാം. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു പോംവഴി കാണുന്നുള്ളൂ. നന്ദു പറഞ്ഞു, പറയാൻ എളുപ്പമാ, പക്ഷെ അറിയാലോ നവീനേണ്ട ആലോചന. ദൈവമേ, നവീനേണ്ട കുറച്ച് നാളും കൂടെ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ തോന്നിയാൽ മതിയായിരുന്നു. നവീനേണ്ട അച്ഛൻ വന്നു കഴിയുമ്പോൾ എന്താ നടത്തണമെന്നും പറഞ്ഞാ ഇരിക്കുന്നത്. അതാണ് എൻ്റെ മനസ്സിലൊരു പേടി. അതിന് പറഞ്ഞ് നീ വിഷമിക്കാതിരിക്കുക, എന്തേലും ഒരു മാർഗം നമുക്ക് കണ്ടെത്താം, സമാധാനമായിട്ടിരിക്കുക. അതും പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കനക ഗോവിന്ദന്റെ അടുത്തേക്ക് വന്നു. ഗോവിന്ദേട്ടാ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതെന്താ? അല്ല, ആ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടെ. നന്ദു ആണെങ്കിൽ നവീനോട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പം ആ ജോത്സ്യൻ പറഞ്ഞ പോലെ എങ്ങാനും നീ ഇനിയിപ്പോ തൽക്കാലത്തേക്ക് ജോത്സ്യനൊന്നും കാണാൻ പോണ്ട. അല്ല, ഞാനൊന്ന് പോയി കണ്ടാലോ? ഈ ആലോചനയെ കുറിച്ച് പറഞ്ഞാലോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് വലിയ ബുദ്ധിമുട്ടാവും. അല്ല ഗോവിന്ദേട്ടാ, ഒരു കാര്യം ചെയ്താലോ? നമുക്ക് നയനമോളെ ആദർശിനെ എല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് നവീന്റെ വീട്ടിലേക്ക് പോയാലോ? അപ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു അവിടെ മാറി നിൽക്കുകയാണ്. ഗോവിന്ദൻ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല, അവരിങ്ങോട്ടേക്കല്ലേ വരേണ്ടത്. നവീന്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് അച്ഛൻ വന്നു കഴിയുമ്പോൾ അച്ഛനും നരസിംഹ വക്കീലും അവരെല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ആലോചിക്കുകയല്ലേ ചെയ്യണ്ടേ? നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ ശരിയാകത്തില്ല. പിന്നെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് പോവണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കനക പറഞ്ഞു, അല്ല ഗോവിന്ദേട്ടാ, ഒരു പക്ഷേ നവീൻ മോൻ ഇവിടെ വന്ന് ആലോചന നടത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂർത്തി സാറും അതുപോലെ തന്നെ വസുന്ധരാമയൊക്കെ നമ്മളോടൊപ്പം നിൽക്കും. അവർ ഈ കല്യാണം നടത്താനായിട്ട് മുൻകൈ എടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അത് ശരിയാ, അതും എനിക്കറിയാം. പക്ഷെ ഗോവിന്ദേട്ടാ, എന്റെ വിഷമം അതല്ല. ഇത്ര നല്ലൊരു ആലോചന വന്നിട്ടും നന്ദൂടെ സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രശ്നമായിട്ട് നിൽക്കുക. നീ വിഷമിക്കേണ്ട കനകെ, എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. എന്നാലും എന്തിനാ നീ സങ്കടപ്പെടുന്നേ? നടക്കേണ്ടതാണ്, ഉറപ്പായിട്ടും നടക്കും. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന നന്ദുവിന് ഭയങ്കര വിഷമമായി. കാരണം ഇവർക്കൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ തന്റെ അവസ്ഥ തനിക്കല്ലേ അറിയുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ആദർശിന്റെ അടുത്തേക്ക് നയന വന്നു കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെ ഒരു തലവേദന ഒഴിഞ്ഞില്ലേ? നവീനും കൂടെ കൂടെ ഇടന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോഴൊരു സമാധാനമായത്. നയന പറഞ്ഞു, അത് ശരിയാ, ആ ഒരു തലവേദന ഒഴിഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, പിന്നെ വേറൊരു തലവേദനയാണ്ട് ഇപ്പൊ വന്നിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. അതെന്താ? അല്ല, നാഗേന്ദ്രന്റെ കാര്യം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ജൂവലറി എന്ന് പുറത്താക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം അതെത്രയാന്ന് ശങ്കരേണ്ണോ അറിയത്തുമില്ല. അത് മാത്രമല്ല,
മുത്തശ്ശനോടാണ് നാഗേന്ദ്രന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്ന് കഴിഞ്ഞിട്ട് മുത്തശ്ശനോട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ആദർശേട്ടാ, ആദർശേട്ടന് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പം നാഗേന്ദ്രന്റെ പേര് പറഞ്ഞ് വീണ്ടും വീട് വിട്ടു പോകാനായിട്ട് ഇടയാവരുത്. അതൊന്നും ഇല്ല നയനെ, നീ ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശിക്ക് അറിയായിരിക്കുമല്ലോ, മുത്തശ്ശിയോട് നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്ക് ഈ വീട്ടിൽ നിന്ന് നാഗേന്ദ്രനെ പറഞ്ഞു വിടാൻ കാരണം എന്തായിരിക്കുമെന്ന്. ശരി, ഞാൻ പോയി ചോദിക്കാന്നും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോയി. നേരെ അടുക്കളയിലേക്കല്ലോ മുത്തശ്ശി കരക്കടിഞ്ഞോണ്ടിരിക്കുക. നല്ല ചൂടുള്ള ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവേനി. അങ്ങനെ നയനി ഒരു ഉണ്ണിയപ്പമൊക്കെ എടുത്ത് കഴിച്ചു. പിന്നീട് പറഞ്ഞു, അല്ല മുത്തശ്ശി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാഗേന്ദ്രൻ ഉണ്ടല്ലോ, അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശങ്കരേട്ടനോട് ആദർശേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അല്ല എന്നിട്ട് വിവരങ്ങൾ മുഴുവൻ കിട്ടിയോ മോളെ? കിട്ടി. ജൂവലറി നിന്ന് പുറത്താക്കാനുള്ള കാരണങ്ങളൊക്കെ അറിഞ്ഞു, കുറച്ച് തിരിമറികളൊക്കെ നടത്തിയതുകൊണ്ടാന്ന് അറിഞ്ഞു. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്തായിരിക്കും മുത്തശ്ശി വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് കാരണം? ദേ മോളെ, നാഗേന്ദ്രന്റെ പേര് പോലും ഈ വീട്ടിൽ പറയണ്ട. അത് കേൾക്കുന്ന പോലും നിന്റെ മുത്തശ്ശന് ഇഷ്ടമില്ല, അറിയാലോ. വെറുതെ എന്തിനാ? അവനെ പോലെ ഒരു വിഷവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അറിഞ്ഞുകൊണ്ടാണ് അവൻ ആ പേരിട്ടിരിക്കുന്ന ആരാണെങ്കിലും നാഗേന്ദ്രൻ എന്നുള്ളത്. ദേവേനി പറഞ്ഞു, അല്ല മോളെ, വേറൊന്നും ശങ്കരേട്ടൻ പറഞ്ഞില്ലേ? ശങ്കരേട്ടൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ മോളെ. ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോണ്ട. നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ട്, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അല്ലാതെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ നിനക്കോ ആദർശനോ ഇല്ല. അതിന്റെ ആവശ്യമില്ല. അതന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോവുകയും വേണ്ട എന്ന് പറഞ്ഞു. ഇനി എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നറിയില്ലാതെ നയനെ നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.